ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TDS റിട്ടേൺ 24Q ക്വാർട്ടർ 4 ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വിവരിക്കുന്ന റെഫറൽ വീഡിയോ ആണിത്. ഇനി മുതൽ നിങ്ങൾക്കു തന്നെ വളരെ എളുപ്പത്തിൽ TDS റിട്ടേൺ ഫയൽ ചെയ്ത് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ജാവ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഈ സോഫ്റ്റ്വെയർ ഉണ്ടായാൽ മാത്രമേ റിട്ടേൺ തയ്യാറാക്കാനുള്ള യൂട്ടിലിറ്റി പ്രവർത്തിക്കുകയുള്ളൂ. സ്റ്റെപ്പ് 1. ആദ്യമായി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫോൾഡറിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാനുള്ള FVU യൂട്ടിലിറ്റി സേവ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ 3 ലിങ്കുകൾ TDS ഫയലിങ്ങിന് മുൻപ് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. ഈ ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് 2. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഡിഡക്റ്റ് ചെയ്ത ടാക്സ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ആദ്യത്തെ ലിങ്ക് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അവിടെ ബിൻ വ്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലെ ഫീൽഡുകളിൽ താഴെ പറയുന്നവ എൻ്റർ ചെയ്യുക. ടാൻ നമ്പർ, അടുത്ത ഫീൽഡിൽ നേച്ചർ ഓഫ് പേയ്മെൻറ്റായി TDS സാലറി ഫോം 24Q സെലക്ട് ചെയ്യുക. ഓഫീസിൻ്റെ AIN നമ്പർ അടുത്ത ഫീൽഡിൽ നൽകുക. ക്വാർട്ടർ ഏത് മാസം മുതൽ ഏത് മാസം വരെ എന്നത് സെലക്ട് ചെയ്യുക. അടുത്തത് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് വ്യൂ ബിൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന പേജിൽ ട്രഷറി ഡീറ്റെയിൽസ്, AIN നമ്പർ, റെസിപ്റ്റ് നമ്പർ, DDO, സീരിയൽ നമ്പർ, ഡേറ്റ് എന്നിവ ലഭിക്കും. ഇവയിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ എമൗണ്ട് റെസ്പെക്റ്റീവ് ബോക്സിനുള്ളിൽ എൻ്റർ ചെയ്യുക. എല്ലാ എമൗണ്ടുകളും എൻ്റർ ചെയ്ത ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വെരിഫൈ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് മാച്ച്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ എമൗണ്ടുകൾ കൃത്യമാണ്. അല്ലെങ്കിൽ വീണ്ടും വെരിഫൈ ചെയ്ത് ശരിയായ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇതോടെ സ്റ്റെപ്പ് 2 പൂർത്തിയാകും. സ്റ്റെപ്പ് 3. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ലഭ്യമായ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റിലെ 15 അക്ക നമ്പർ എൻ്റർ ചെയ്യണം. ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള മൂന്നാമത്തെ ലിങ്ക് കോപ്പി ചെയ്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ incometax.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയോ ചെയ്യുക. ലോഗിൻ ക്രെഡൻഷ്യൽസ് നൽകി കണ്ടിന്യൂ ടാബ് പ്രസ് ചെയ്ത് അടുത്ത ഇൻ്റർഫേസിലേക്ക് പ്രവേശിക്കുക. ആദ്യം കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് താഴെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് അടുത്ത ഇൻ്റർഫേസിലേക്ക് പ്രവേശിക്കുക. ഈ കാണുന്ന ഫോം ഫയൽഡ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വ്യൂ ഓൾ തിരഞ്ഞെടുക്കുക. ഫിനാൻഷ്യൽ ഇയർ 2025-26 സെലക്ട് ചെയ്യുക. അവിടെ ലാസ്റ്റ് റിട്ടേണിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ലഭിക്കും. അതിൽ ഏറ്റവും ലേറ്റസ്റ്റായി ഫയൽ ചെയ്ത റിട്ടേണിൻ്റെ റെസിപ്റ്റിന് നേരെ കാണുന്ന ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 4. റിട്ടേൺ പ്രിപ്പയർ ചെയ്യാനുള്ള ലേറ്റസ്റ്റ് RPU യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യുവാനുള്ള പ്രൊസീജിയറാണ് അടുത്തതായി പറയുന്നത്. ഇതിനായി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ലിങ്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന വെബ് പോർട്ടലിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം മധ്യഭാഗത്തായി ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് RPU യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യുക. ഇത് സിപ്പ് ഫയലായി ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഈ വെർഷൻ ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ കാണുന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോൾഡറിനുള്ളിൽ നിരവധി ജാവ ഫയലുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം അവസാന ഭാഗത്തായി ഈ കാണുന്ന TDS RPU എന്ന ഫയലിൽ ക്ലിക്ക് ചെയ്ത്
എക്സ്ട്രാക്ട് ഓൾ എന്ന ടാബ് പ്രസ് ചെയ്ത് സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ TDS-RPU 5.7 എന്ന ഫയൽ കാണുവാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള യൂട്ടിലിറ്റി ഓപ്പൺ ആവുന്നതായിരിക്കും. സ്റ്റെപ്പ് 5. ആദ്യമായി നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുള്ള RPU യൂട്ടിലിറ്റി സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനുള്ളിലെ TDS-RPU ഫോൾഡറിൽ പ്രവേശിച്ച് ഈ കാണുന്ന ലേറ്റസ്റ്റ് വെർഷനായ RPU 5.7 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വരുന്ന പോപ്പപ്പ് മെനുവിൽ OK ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഓപ്പണായി വരുന്ന ഫയൽ FVU ഫയൽ ഫോർമാറ്റിലായിരിക്കും, അതായത് ഫയൽ വാലിഡേഷൻ യൂട്ടിലിറ്റി ഫയൽ. ഇതിൽ ഫോം നമ്പർ സെലക്ട് ചെയ്യുക. ഇതിൽ 4 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും: 24Q, 26Q, 27Q, 27EQ. ഇവിടെ നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന TDS ആയതുകൊണ്ട് ഫോം നമ്പർ 24Q സെലക്ട് ചെയ്യുക. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോം 26Q എന്നത് സാലറി ഇതര TDS ആണ്, അതായത് ശമ്പളമല്ലാത്ത മറ്റു പേയ്മെൻറ്റുകളിൽ നിന്ന് നികുതി കുറയ്ക്കുമ്പോഴാണ് ഈ ഫോം ഉപയോഗിക്കുന്നത്. ഫോം 27Q എന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, അതായത് NRIക്കുള്ള TDS ആണ്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്കോ കമ്പനികൾക്കോ ശമ്പളമല്ലാത്ത തുകകൾ നൽകുമ്പോൾ അതിൽ നിന്ന് നികുതി കുറയ്ക്കാൻ ഈ ഫോം ഉപയോഗിക്കുന്നു. ഫോം 27EQ എന്നത് ടാക്സ് കളക്ഷൻ ആണ്. ഇത് TDS അല്ല, പകരം TCS ആണ്, അതായത് ചില സാധനങ്ങൾ വിൽക്കുമ്പോൾ വിൽക്കുന്നയാൾ വാങ്ങുന്നയാളിൽ നിന്ന് നികുതി കൂടി വാങ്ങി സർക്കാരിലേക്ക് അടക്കുന്ന രീതി. താഴെ കാണുന്ന ഓപ്ഷനുകളിൽ സെലക്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി പ്രിപ്പയർഡ് എന്ന ഓപ്ഷൻ റെഗുലർ സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ സാധാരണ TDS ആണ് ഫയൽ ചെയ്യുന്നത്, അല്ലാതെ കറക്ഷൻ അല്ല. കറക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കറക്ഷൻ എന്നത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓപ്പൺ എ സേവ് റെഗുലർ ഫയൽ എന്നത് മുൻപ് സേവ് ചെയ്തു വച്ചിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാനാണ്. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന ടാബ് പ്രസ് ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന ടാബാണ് പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ മുകളിലായി 5 ടാബുകൾ കാണാം: ഫോം, ചെലാൻ, അനക്ഷർ 1, അനക്ഷർ 2, അനക്ഷർ 3. ഫോം എന്നത് ഡിഡക്ടറുടെ, അതായത് DDOയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ചെലാൻ ടാക്സ് അടച്ച ചെലാൻ വിവരങ്ങൾ നൽകുക. അനക്ഷർ 1 എന്നത് ഓരോ ചെലാനിലും ഉൾപ്പെട്ട ജീവനക്കാരുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. അനക്ഷർ 2 ആ സാമ്പത്തിക വർഷത്തെ കാര്യാലയത്തിലെ മൊത്തം ശമ്പളം പറ്റിയ ജീവനക്കാരുടെ ടാക്സ് വിവരങ്ങൾ നൽകണം. ഇത് Q4ൽ മാത്രമാണ് വരിക. ഇത് നൽകിയാൽ മാത്രമേ ടാക്സബിൾ അല്ലാത്ത ജീവനക്കാർക്ക് ഫോം 16 ലഭിക്കുകയുള്ളൂ. അനക്ഷർ 3 സീനിയർ സിറ്റിസൺ വിവരങ്ങളാണ്. സാധാരണയായി ഇത് ഫില്ല് ചെയ്യേണ്ടി വരാറില്ല. ഈ ഫോമിൽ 3 സെക്ഷനുകളാണ് വരുന്നത്. ഇതിൽ ഒന്നാമത്തെ സെക്ഷനിൽ ആദ്യം ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ക്വാർട്ടർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആകൂ. ശേഷം Q4 എന്ന് സെലക്ട് ചെയ്യുക. ഇനി ആസ്റ്ററിക് ചിഹ്നമുള്ള, അതായത് ഈ സ്റ്റാർ ചിഹ്നമുള്ള നിർബന്ധിത കോളങ്ങൾ എല്ലാം പൂരിപ്പിക്കേണ്ടതുണ്ട്. ആദ്യ ഫീൽഡിൽ ഓഫീസിൻ്റെ ടാൻ നമ്പറും മൂന്നാമത്തെ ഫീൽഡിൽ ഓഫീസറിൻ്റെ പാൻ നമ്പറും നൽകുക. പാൻ നമ്പർ ഇല്ലെങ്കിൽ പാൻ നോട്ട് റിക്വയർഡ് എന്നതിന് ഷോർട്ട് ഫോം നൽകണം. ടൈപ്പ് ഓഫ് ഡിഡക്ടർ എന്ന സ്ഥാനത്ത് നമ്മുടേത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിൽ ഡിഡക്ടർ ഭാഗത്ത് DDOയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ആദ്യ ഫീൽഡിൽ DDOയുടെ പേര്, രണ്ടാമത്തെ ഫീൽഡിൽ ബ്രാഞ്ച് ഡിവിഷൻ എന്നതിൽ ഓഫീസിൻ്റെ പേര്,
നൽകുക. അതുപോലെ വലതുഭാഗത്ത് രണ്ടാമത്തെ ഫീൽഡിൽ വകുപ്പിൻ്റെ പേരും മൂന്നാമത്തേതിൽ DDO കോഡും നൽകുക. പിന്നീടുള്ള കോളങ്ങളിൽ ഓഫീസ് അഡ്രസ്, ഫോൺ നമ്പർ, ഓഫീസ് മെയിൽ ID എന്നിവയും രേഖപ്പെടുത്തുക. ഈ സെക്ഷനിൽ വലതുഭാഗത്ത് ഏറ്റവും അവസാനം കാണുന്ന ഫീൽഡിൽ ഓഫീസ് അഡ്രസ്സിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് നൽകുക. അല്ലാത്ത പക്ഷം നോ എന്ന് ടൈപ്പ് ചെയ്ത് മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. മൂന്നാമത്തെ സെക്ഷൻ, ഇത് ടാക്സ് പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട DDOയുടെ പേര്, പാൻ നമ്പർ, ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവയാണ് നൽകേണ്ടത്. ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന സെയിം ആസ് എബവ് എന്ന ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മുകളിലുള്ള അതേ വിവരങ്ങൾ താഴത്തേക്ക് കോപ്പി ആവുന്നതാണ്. ഇതെല്ലാം നൽകിയ ശേഷം ഹാസ് റെഗുലർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഫോം 24Q ഫയൽഡ് ഫോർ ഏർലിയർ പീരീഡ് എന്ന കോളത്തിൽ മുൻപ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ യെസ് നൽകുകയും റെസീപ്റ്റ് നമ്പർ ഓഫ് ഏർലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ഫോർ ഫോം 24Q എന്ന ഫീൽഡിൽ ഇതിനു മുൻപ് Q3 ഫയൽ ചെയ്തപ്പോൾ ലഭിച്ച അക്നോളജ്മെൻറ്റിലെ ഈ കാണുന്ന 15 അക്ക RRR നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന സേവ് ബട്ടൺ അമർത്തി ഈ FVU ഫയൽ യഥാസ്ഥലത്ത് സേവ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഈ ഫയലാണ് ഡാറ്റ അപ്ഡേഷന് ശേഷം ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായി ചലാൻ ടാബ് അപ്ഡേറ്റ് ചെയ്യാം. 1 മുതൽ 23 ഫീൽഡുകളാണ് ചലാൻ ടാബിൽ ഉള്ളത്. നാലാമത്തെ ക്വാർട്ടറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ TDS പിടിച്ച് അടച്ചിട്ടുള്ള ചലാൻ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ഇവിടെ ഓരോ മാസത്തെയും വിവരങ്ങൾ ചേർക്കാൻ ആഡ് റോസ് ക്ലിക്ക് ചെയ്ത് 3 മാസങ്ങൾക്ക് വേണ്ടി 3 വരികൾ ആഡ് ചെയ്യുക. ആദ്യത്തെ ഫീൽഡിൽ ഓരോ മാസങ്ങളിലും പിടിച്ചിട്ടുള്ള മൊത്തം തുകകളാണ് നൽകേണ്ടത്. ഈ സർചാർജ് എഡ്യൂക്കേഷണൽ സെസ് എന്നത് 50 ലക്ഷത്തിന് മേലെ വരുമാനമുള്ളവർക്കായതിനാൽ ഇത് 0 നൽകാവുന്നതാണ്. ഇതിൽ സർചാർജ് എന്നത് രാജ്യത്തിൻ്റെ വികസനാവശ്യങ്ങൾക്കും എഡ്യൂക്കേഷണൽ സെസ് എന്നത് സർക്കാർ വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിനുമായി ഉപയോഗിക്കുന്നു. TDS റിട്ടേൺ സമയത്ത് സമർപ്പിക്കാത്ത പക്ഷം ഈടാക്കുന്ന തുകയാണ് ലേറ്റ് ഫയലിംഗ് ഫീ. റിട്ടേൺ സമർപ്പിക്കാതിരുന്നാലോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലോ ഈടാക്കുന്നതിനാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. ഇവ എല്ലാം 0 നൽകി മുന്നോട്ട് പോവുക. 14ാമത്തെ കോളത്തിൽ ബിറ്റ് വ്യൂവിൽ റിസീപ്റ്റ് നമ്പർ എന്ന് നൽകിയിട്ടുള്ളത് BSR കോഡായി നൽകുക. 16ാമത്തെ കോളത്തിൽ ബിൻ വ്യൂവിൽ കാണിച്ചിരിക്കുന്ന ടാക്സ് അടച്ച തീയതിയും നൽകുക. 18ാമത്തെ കോളത്തിലെ ചലാൻ സീരിയൽ നമ്പർ എന്നത് ബിൻ വ്യൂവിൽ കാണിച്ചിരിക്കുന്ന DDO സീരിയൽ നമ്പർ നൽകുക. മോഡ് ഓഫ് ഡെപ്പോസിറ്റ് എന്നത് സർക്കാർ വകുപ്പുകളിൽ ജീവനക്കാരുടെ സാലറിയിൽ നിന്ന് നേരിട്ട് കുറവ് ചെയ്യുന്നതായതുകൊണ്ട് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നത് യെസ് എന്ന് നൽകുക. ചില ട്രാൻസാക്ഷനുകൾ ബാങ്ക് വഴിയും അടക്കാറുണ്ട്. ഇത്തരത്തിൽ ടാക്സ് പിടിക്കുമ്പോൾ ഇത് നോ എന്ന് നൽകണം. ഇവിടെ സാലറിയിൽ നിന്ന് നേരിട്ട് കുറവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ യെസ് എന്ന് നൽകാവുന്നതാണ്. 20ാമത്തെ കോളം എന്നത് TDS വൈകി പിടിക്കുന്നതിനും അടയ്ക്കുന്നതിനും സെക്ഷൻ 201(1)(a) പ്രകാരം പലിശ ഈടാക്കുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ തുക ഇവിടെ ചേർക്കണം. മറ്റു വകകൾ വഴി ഫീയോ പെനാൽറ്റിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 21ാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത്. ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയതിനാൽ 22ാമത്തെ കോളം തൽക്കാലം ഫില്ല് ചെയ്യേണ്ടതില്ല. ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാത്ത സാഹചര്യങ്ങളിൽ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ ബാങ്ക് വഴിയാണ് TDS റിട്ടേൺ തുക അടക്കുന്നതെങ്കിൽ ഹെഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതായത് മൈനർ ഹെഡ് 200 എന്നത് നമ്മൾ സാധാരണയായി മാസത്തിലോ ക്വാർട്ടറിലോ കൃത്യമായി അടക്കുന്ന TDS തുകകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ശമ്പളം നൽകിയതിലോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് പണം നൽകിയതിലോ ഉള്ള ടാക്സ് അടക്കാൻ 200 എന്ന
ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. മൈനർ ഹെഡ് 400 എന്നത് റെഗുലർ അസസ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഡിമാൻഡ് നോട്ടീസോ അല്ലെങ്കിൽ പിഴയോ അടക്കാൻ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ 400 ഓപ്ഷൻ തിരഞ്ഞെടുക്കാവൂ. ഇൻകം ടാക്സ് TDS റിട്ടേൺ തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗമായ അനക്ഷർ 1 അഥവാ ഡിഡക്റ്റീവ് ഡീറ്റെയിൽസ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം. ആരുടെയൊക്കെ ടാക്സ് ആണോ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ വിവരങ്ങളാണ് ഇതിൽ നൽകേണ്ടത്. അനക്ഷർ 1-ൽ ആകെ 1 മുതൽ 27 വരെയുള്ള കോളങ്ങളാണ് ഉള്ളത്. ഓരോ മാസവും എത്ര പേരുടെ ടാക്സ് ആണോ പിടിച്ചിട്ടുള്ളത് അവർക്കായി ഓരോ റോ വീതം ആഡ് ചെയ്യണം. ഇതിനായി ഇൻസെർട്ട് റോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ മാസത്തെയും ചെലാൻ ലിസ്റ്റ് ഇവിടെ കാണാം. ഉദാഹരണത്തിന് ജനുവരി മാസത്തിൽ 2 പേരുടെ ടാക്സ് ആണ് അടച്ചതെങ്കിൽ ആ ചെലാനു നേരെ 2 എന്ന് നൽകി OK പ്രസ് ചെയ്യുക. അതുപോലെ മറ്റു ചെലാനു നേരെ എത്ര പേരുടെയാണോ പിടിച്ചിട്ടുള്ളത് ആ എണ്ണം നൽകുക. അപ്പോൾ ആവശ്യമായ റോകൾ ഇവിടെ ആഡ് ചെയ്യപ്പെടും. ആദ്യമായി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സെക്ഷൻ ആണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ ടാക്സ് ആണ് ഡിഡക്റ്റ് ചെയ്തത് എന്ന് ഇവിടെ വ്യക്തമാക്കണം. പ്രധാനമായും 4 സെക്ഷനുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 92A, 92B, 92C, 94P. ഇതിൽ 92A എന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നുള്ള ടാക്സ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സ്വകാര്യ പ്രൈവറ്റ് ജീവനക്കാരുടേതാണെങ്കിൽ ഓപ്ഷൻ 92B സെലക്ട് ചെയ്യുക. 92C എന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതാണെങ്കിൽ ഈ ഓപ്ഷൻ നൽകുക. 94P 75 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെ ടാക്സ് ആണെങ്കിൽ മാത്രം ഇത് തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങളാണ് നൽകുന്നത്. ആയതിനാൽ ഞാൻ 92A സെലക്ട് ചെയ്യുന്നു. ഇനി നേരിട്ട് 12ാമത്തെ കോളത്തിലേക്ക് വരാം. ഇവിടെ എംപ്ലോയിയുടെ റെഫറൻസ് നമ്പറിൽ പെൻ നമ്പർ നൽകാവുന്നതാണ്. തുടർന്ന് 14ാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പാൻ നമ്പറും 15ാമത്തെ കോളത്തിൽ അവരുടെ പേരും കൃത്യമായി ടൈപ്പ് ചെയ്യുക. അടുത്തത് 16ാമത്തെ കോളമാണ്. ഇതിൽ ബിൻ വ്യൂവിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമാണ്. ചെലാൻ അടച്ച തീയതി അഥവാ ഡേറ്റ് ഓഫ് എൻകാഷ്മെൻറ്റ് ആണ് ഇവിടെ നൽകേണ്ടത്. ഈ കാണിച്ചിരിക്കുന്ന തീയതി അതാത് ചെലാൻ്റെ നേരെ നൽകുക. 17ാമത്തെ കോളത്തിൽ ഓരോ ജീവനക്കാരൻ്റെയും 4ാമത്തെ ക്വാർട്ടറിലുള്ള ഗ്രോസ് സാലറിയാണ് നൽകേണ്ടത്. 18ാമത്തെ കോളത്തിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത കൃത്യമായ TDS തുക നൽകണം. ഈ സ്പ്ലിറ്റപ്പ് തുക നമ്മൾ നേരത്തെ ബിൻവ്യൂവിൽ നൽകിയ ചെലാൻ തുകയുമായി മാച്ച് ആയിരിക്കണം. ഇനി സർചാർജ്, എഡ്യൂക്കേഷൻ സെസ് എന്നിവയുടെ കോളങ്ങളാണ്. സാധാരണയായി 50 ലക്ഷത്തിന് മുകളിൽ ശമ്പളമുള്ളവർക്കാണ് സർചാർജ് ബാധകമാവുന്നത്. അല്ലാത്തവർ ഇവിടെ 0 എന്ന് നൽകിയാൽ മതി. 23ാമത്തെ കോളത്തിൽ ആകെ ഡെപ്പോസിറ്റ് ചെയ്ത ടാക്സ് തുക നൽകണം. അതായത് 18ാം കോളത്തിൽ നൽകിയ അതേ തുക തന്നെ ഇവിടെയും നൽകുക. 25ാം കോളത്തിൽ വീണ്ടും എൻകാഷ്മെൻറ്റ് ഡേറ്റ് നൽകുക. അവസാനമായി 26, 27 കോളങ്ങൾ ഒരേ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇത് TDS കുറഞ്ഞ നിരക്കിലോ അല്ലെങ്കിൽ പിടിക്കാതെയോ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം കാണിക്കാനാണ്. ഇതിനായി 3 കോഡുകളാണുള്ളത്. കോഡ് A, കോഡ് B, കോഡ് C. കോഡ് A എന്നത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് സെക്ഷൻ 197 പ്രകാരം ഇളവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്. കോഡ് B വരുമാനം ടാക്സ് പരിധിക്ക് താഴെയാണെന്ന് കാണിച്ച് 15G അല്ലെങ്കിൽ 15H ഫോം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. കോഡ് C പാൻ നമ്പർ ലഭ്യമല്ലെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ 27ാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്കായി വിടാവുന്നതാണ്. ഇത്രയും വിവരങ്ങൾ കൃത്യമായി നൽകിക്കഴിഞ്ഞാൽ അനക്ഷർ 1 പൂർത്തിയായി. ഇതിനുശേഷം അനക്ഷർ 2 കടക്കാവുന്നതാണ്. ഇനി TDS അനക്ഷർ 2 എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്ന് നോക്കാം.
അനക്ഷർ 2 ഫില്ല് ചെയ്യുന്നതിന് മുൻപ് ഓരോ ജീവനക്കാരന്റെയും ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കയ്യിൽ തയ്യാറായി ഉണ്ടായിരിക്കണം. ഇതുപയോഗിച്ചാണ് അനക്ഷർ 2 ഫില്ല് ചെയ്യേണ്ടത്. അനക്ഷർ 2 ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് 1 മുതൽ 99 വരെ കോളങ്ങൾ കാണാൻ സാധിക്കും. അനക്ഷർ 2-വിൽ നിങ്ങളുടെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരുടെയും സാലറി ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അതിനാൽ ഓരോ ജീവനക്കാരനും ഒരു റോ വീതം ആഡ് ചെയ്യണം. താഴെ കാണുന്ന ആഡ് റോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓഫീസിലെ മൊത്തം ജീവനക്കാരുടെ എണ്ണം ടാക്സ് ഉള്ളവരും ഇല്ലാത്തവരും ഉൾപ്പെടെ നൽകുക. ഓക്കെ ക്ലിക്ക് ചെയ്താൽ അത്രയും റോകൾ ആഡ് ചെയ്തു വരുന്നതായി കാണാം. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് 4 ജീവനക്കാരുടെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യുന്നത്. ഇനി കോളങ്ങൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കോളം 3 ആണ് ഫില്ല് ചെയ്യേണ്ടത്. കോളം 3-ൽ എല്ലാ ജീവനക്കാരുടെയും പാൻ നമ്പർ നൽകുക. അടുത്തത് കോളം 4 ജീവനക്കാരന്റെ നെയിം നൽകുക. കോളം 5 ഡിഡക്റ്റീവ് ടൈപ്പ് ആണ്. ഇവിടെ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. വിമൺ, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ, അതേഴ്സ്. സാധാരണയായി സ്ത്രീകളാണെങ്കിൽ വിമൺ എന്നും പുരുഷന്മാരാണെങ്കിൽ അതേഴ്സ് എന്നുമാണ് നൽകേണ്ടത്. സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ ഓപ്ഷൻ സാധാരണ ഓഫീസുകളിൽ ബാധകമല്ല. ഇവ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 26Q ചെയ്യുന്ന സമയത്ത് ഓരോ കാറ്റഗറിക്കും പ്രത്യേക ടാക്സ് ബെനഫിറ്റ് ഉള്ളതിനാലാണ്. അടുത്തത് കോളം 6ഉം 7ഉമാണ്. ഒരു ജീവനക്കാരൻ ആ ഫിനാൻഷ്യൽ ഇയർ മുഴുവൻ ഓഫീസിൽ ഉണ്ടായിരുന്നെങ്കിൽ കോളം 6ൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഡേറ്റും കോളം 7ൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ഡേറ്റും നൽകുക. പക്ഷേ ട്രാൻസ്ഫറായി ജോയിൻ ചെയ്ത ആളാണെങ്കിൽ ജോയിൻ ചെയ്ത തീയതിയാണ് കോളം 6ൽ നൽകേണ്ടത്. കോളം 7ൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ഡേറ്റ് നൽകാം. ഇയർ കഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ ആയാൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഡേറ്റ് കോളം 6ലും എന്നാണോ റിലീവ് ചെയ്തത് ആ ഡേറ്റ് കോളം 7ലും നൽകാവുന്നതാണ്. ഇത്രയും നൽകിയ ശേഷം ഇനി സ്ക്രോൾ ചെയ്ത് കോളം 93ലേക്ക് പോവുക. കോളം 93 ടാക്സ് റെജീം സെക്ഷനാണ്. ഇവിടെ നിങ്ങൾ ഓൾഡ് റെജീം ആണോ ന്യൂ റെജീം ആണോ സെലക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കണം. ഓൾഡ് റെജീം തിരഞ്ഞെടുക്കുന്നവർ യെസ് എന്നും ന്യൂ റെജീം തിരഞ്ഞെടുക്കുന്നവർ നോ എന്നും നൽകുക. ഉദാഹരണത്തിനായി ആദ്യത്തെ ജീവനക്കാരന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഓൾഡ് റെജീമിലും ബാക്കി 3 പേരെ ന്യൂ റെജീമിലുമാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും കോളം 9ലേക്ക് തിരിച്ചു പോകാം. തുടർന്ന് ബാക്കി വിവരങ്ങൾ ഫില്ല് ചെയ്യാം. കോളം 9ൽ പ്രീവിയസ് എംപ്ലോയർ സാലറിയാണ് നൽകേണ്ടത്. 9ാമത്തെ കോളത്തിൽ ട്രാൻസ്ഫറായി വരുന്ന ജീവനക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാവുന്നത്. ഒരു വ്യക്തി ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് മുൻ എംപ്ലോയർ നൽകിയ ഗ്രോസ് സാലറി, അത് കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ തുകയാണ്. ഇത് ഇവിടെ നൽകണം. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് മുതൽ തന്നെ ഈ ഓഫീസിലുള്ളവർക്ക് ഈ കോളം ആപ്ലിക്കബിൾ അല്ല. ആയതിനാൽ 0 നൽകാവുന്നതാണ്. കോളം 11, 12, 13 ഈ 3 കോളങ്ങൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ആണ്. കോളം 11 പറയുന്നത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. കോളം 12 പ്രൊഫഷണൽ ടാക്സ്. കോളം 13 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ഇത് എന്താണെന്ന് വിശദമായി നോക്കാം. എന്റർടൈൻമെന്റ് അലവൻസ് എന്നത് സാധാരണയായി ഉപഭോക്താക്കൾക്കോ ക്ലയന്റുകൾക്കോ നൽകുന്ന ചായ, ഭക്ഷണം, മറ്റ് ആതിഥ്യ മര്യാദകൾ എന്നിവയ്ക്കുള്ള ചിലവുകൾക്കാണ് ഇത് നൽകുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്ക് മാത്രമുള്ളതാണ്. എന്റർടൈൻമെന്റ് അലവൻസ് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടില്ലെങ്കിൽ 0 എന്ന് നൽകുക. ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കാണിക്കുക. അടുത്തത് പ്രൊഫഷണൽ ടാക്സ് ആണ് കോളം 12ൽ നൽകേണ്ടത്.
സാധാരണ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. നിലവിൽ 2500 രൂപയാണ്. കോളം 13ൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ഓൾഡ് റെജീം സെലക്ട് ചെയ്ത ആളുകൾക്ക് 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ന്യൂ റെജീമിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 75,000 രൂപയാണ് നൽകേണ്ടത്. കോളം 15 ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആണ് നൽകേണ്ടത്. ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിൽ ഇൻകം ടാക്സ് ഇളവ് ലഭിക്കുന്നതാണ്. ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം നൽകുക. സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇത് വ്യക്തമായി കാണുവാൻ സാധിക്കും. പ്രധാനമായൊരു കാര്യമാണ്, ഇത് നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് നൽകേണ്ടത്. അപ്പോൾ മാത്രമേ ഡിഡക്ഷനായി കൺസിഡർ ചെയ്യുകയുള്ളൂ. അടുത്തതായി 16, 17 സ്കിപ്പ് ചെയ്തത് ശേഷം കോളം 19ലേക്ക് കടക്കുക. കോളം 19ൽ എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80 CCG ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ്സ് സ്കീമിൽ നിക്ഷേപിച്ച തുകയാണ്. ഇപ്പോൾ ഇത് നിലവിലില്ലാത്തതായതിനാൽ ഇതിന് 0 ചേർത്താൽ മതി. അടുത്തത് കോളം 20. ഇത് ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻ ആണ്. ഇത് ഓൾഡ് റെജീമിന് മാത്രമുള്ളതാണ്. ശ്രദ്ധിക്കുക, ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻ തുകകൾക്ക് പലതിനും കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായി കോളങ്ങൾ കൊടുത്തിട്ടില്ലാത്തവയുടെ ടോട്ടലാണ് ഇതിൽ നൽകേണ്ടത്. ചാപ്റ്റർ 6A പ്രകാരം പ്രത്യേകം കോളങ്ങൾ നൽകിയിട്ടുള്ളതും നൽകാത്തവയും ഏതൊക്കെയെന്ന് ഇവിടെ കാണിക്കാം. പ്രത്യേകം കോളങ്ങൾ നൽകിയിട്ടുള്ളവ ഇവയൊക്കെയാണ്: 80C ഇൻവെസ്റ്റ്മെന്റ്സ്, 80CCC contribution to pension fund, 80CCD1 contribution to NPS, 80CCD1B additional contribution to NPS, 80CCD2 employers contribution to NPS, 80CCG Rajiv Gandhi equity scheme, 80D Mediclaim policies, 80E interest on educational loan, 80G donation to charitable funds, 80 TTA deductions for interest on SB account. ഇതൊന്നും ഈ കോളത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകം കോളങ്ങൾ നൽകാത്തവ ഇവയാണ്. 20ാമത്തെ കോളത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് 80DD മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസേബിൾഡ് ഡിപ്പെൻഡൻസ്, 80DDB medical treatments of specified diseases, 80EE additional interest on house purchase loan, 80U deduction for handicapped, 80GGC contribution to political parties and any others. ഇവയിൽ വരുന്ന തുകയാണ് കോളം 20ൽ നൽകേണ്ടത്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇദ്ദേഹത്തിന് 80DDBയും 80GGCയും മാത്രമാണുള്ളത്. അതിന്റെ ടോട്ടൽ തുക ഈ കോളത്തിൽ നൽകുക. കോളം 23 ഇൻകം ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. ഇത് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എന്ന കോളത്തിൽ കാണും. ഇദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്നത് 23,174 രൂപയാണ്. ഇത് ഇവിടെ നൽകുക. കോളം 24ൽ സർചാർജ് ആണ് നൽകേണ്ടത്. സർചാർജ് എന്നത് 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് മാത്രം ബാധകമായതാണ്. സാധാരണ ജീവനക്കാർക്ക് ഈ കോളത്തിൽ 0 നൽകാം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് 4% എന്ന് കാണുന്നത് 927 രൂപയാണ്. ഇത് ഇവിടെ എൻ്റർ ചെയ്യുക. കോളം 27 റിലീഫ് അണ്ടർ സെക്ഷൻ 89. അരിയർ സാലറി ഒരുമിച്ച് ലഭിച്ചാൽ ടോട്ടൽ വരുമാനം ടാക്സബിൾ ആകും എന്ന സാഹചര്യത്തിൽ ഫോം 10E ഫയൽ ചെയ്താൽ ഇതിന് റിലീഫ് ലഭിക്കുന്നതാണ്. 10E ഫയൽ ചെയ്ത പ്രകാരം റിലീഫ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ റിലീഫ് എമൗണ്ട് ഇവിടെ നൽകുക. ഇവിടെ ഇദ്ദേഹത്തിന് 10E ഫയൽ ചെയ്തതുവഴി റിലീഫ് ലഭിച്ചിട്ടുണ്ട്. ആയത് ഇവിടെ നൽകുക. കോളം 28 ടാക്സ് ഡിഡക്റ്റഡ് ബൈ യുവർ ഓഫീസ്.
ശ്രദ്ധിക്കുക, ഇവിടെ നൽകേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ച ടാക്സ് മാത്രമാണ് നൽകേണ്ടത്. മറ്റ് സ്ഥാപനങ്ങൾ പിടിച്ച ടാക്സ് ഇവിടെ ചേർക്കരുത്. ഇദ്ദേഹത്തിന് ടോട്ടൽ ടാക്സായി വരുന്നത് 18,501 രൂപയാണ്. ഇതിൽ 1,200 രൂപ ബാങ്ക് പിടിച്ചിട്ടുള്ള ടാക്സ് ഇതിൽ ആഡ് ചെയ്തു വന്നിട്ടുണ്ട്. ഈ കോളത്തിൽ കാണിക്കുമ്പോൾ 18,501 നിന്നും 1,200 രൂപ കുറച്ച് കിട്ടുന്ന തുകയായ 17,301 രൂപയാണ് ഇവിടെ നൽകേണ്ടത്. കോളം 29 ടാക്സ് ഡിഡക്റ്റഡ് ബൈ അതർ എംപ്ലോയേഴ്സ്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ച TDS ആണ് ഇവിടെ നൽകേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റിൽ ബാങ്കിൽ നിന്ന് 1,200 രൂപ പിടിച്ചിട്ടുണ്ട് ആയത് ഈ കോളത്തിൽ എൻ്റർ ചെയ്യുക. കോളം 32 ഹയർ TDS വിത്തൗട്ട് പാൻ. പാൻ ഇല്ലാത്തതിനാൽ ഹയർ TDS പിടിച്ചിട്ടുണ്ടോ? സാധാരണ ഇത് നോയാണ് നൽകുക. കോളം 33 മുതൽ 40 വരെ HRA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൽകേണ്ടത്. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ വർഷത്തിൽ നൽകിയ റെന്റ് എമൗണ്ട് 1,00,000 രൂപ കവിയുന്നുണ്ടോ എങ്കിൽ യെസ് നൽകുക. കോളം 33-ൽ യെസ് ആണ് നൽകിയതെങ്കിൽ കോളം 34 ഹൗസ് ഓണറിന്റെ പാൻ നമ്പർ നൽകണം. 35-ൽ ഹൗസ് ഓണറിന്റെ പേരും നൽകുക. ശ്രദ്ധിക്കുക, ഇത് സാലറിയോടൊപ്പം ലഭിക്കുന്ന HRA എമൗണ്ട് അല്ല. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഈ ഇനത്തിൽ 1,00,000 രൂപ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്ത തുകയാണ് നൽകേണ്ടത്. ഒരാൾ പല വീടുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 4 വീടുകളുടെ ഡീറ്റെയിൽസ് വരെ നൽകാനായി 33 മുതൽ 40 വരെയുള്ള കോളങ്ങളിലായി നൽകിയിട്ടുണ്ട്. 42 മുതൽ 3 വീതമുള്ള കോളങ്ങളായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 3 കോളങ്ങളിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് വിവരിക്കുന്നത്. 42ാമത്തെ കോളത്തിൽ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ യെസ് നൽകുക, അല്ലെങ്കിൽ നോ എന്ന് നൽകുക. 43ാമത്തെ കോളത്തിൽ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ബാങ്കിന്റെ പാൻ നമ്പർ നൽകേണ്ടതാണ്. 44-ൽ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ബാങ്കിന്റെ പേര് നൽകുക. ബാങ്കിന്റെ പേരും പാൻ നമ്പറും ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 4-മതായി നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാൻ നമ്പർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇങ്ങനെ 42 മുതൽ 50 വരെയുള്ള കോളങ്ങളിൽ 4 ബാങ്കിന്റെ ഡീറ്റെയിൽസ് നൽകുന്നതിനായി കോളങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്തതായി കോളം 51 മുതൽ 57 വരെയാണ്. ഇതെല്ലാം ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, അതായത് സൂപ്പർ ആനുവേഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടത്. കോളം 51-ൽ ജീവനക്കാരൻ ഏതെങ്കിലും സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും നൽകുക. കോളം 51-ൽ യെസ് ആണ് നൽകിയതെങ്കിൽ കോളം 52-ൽ സൂപ്പർ ആനുവേഷൻ സ്കീമിന്റെ പേര് നൽകുക. 53-ൽ ഈ സ്കീമിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത് ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നൽകുക. 54-ൽ മെമ്പർഷിപ്പ് അവസാനിച്ച തീയതി നൽകുക. 55-ൽ ഫണ്ടിൽ നിന്നും ലഭിച്ച ഇൻട്രസ്റ്റ് എമൗണ്ട് നൽകുക. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമാണ് നൽകേണ്ടത്. ഈ എമൗണ്ട് ഇവിടെ നൽകുമ്പോൾ അത് ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതായത് കോൺട്രിബ്യൂഷൻ നൽകുന്ന തുകയല്ല, എന്നാൽ ഇൻട്രസ്റ്റ് ആയി തിരികെ കിട്ടുമ്പോൾ അത് നമ്മുടെ ഇൻകമായി കൺസിഡർ ചെയ്യുന്നു. കോളം 56-ൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ശരാശരി എത്ര ശതമാനം ടാക്സ് ആണ് പിടിച്ചിട്ടുള്ളത്, ഇതിന്റെ ആവറേജ് പെർസെന്റേജ് ആയി നൽകുക. കോളം 57-ൽ ഫണ്ടിൽ നിന്നും എമൗണ്ട് മച്യൂറായി തിരികെ ലഭിക്കുമ്പോൾ ആ സ്ഥാപനം ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടാക്സ് ആണ് ഡിഡക്റ്റ് ചെയ്തത് എന്നത് ഇവിടെ നൽകുക. ഇപ്രകാരം നൽകുന്ന ടാക്സ് എമൗണ്ട് ടോട്ടൽ ടാക്സ് പെയ്ഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഇനി 51 മുതൽ 57 വരെയുള്ള കോളങ്ങൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയി വരുന്നത്.
ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഇവയെല്ലാം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കോളം 59ൽ ഗ്രോസ് സാലറി ആണ് നൽകേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കോളമാണ്. ഇവിടെ നൽകേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിലെ ആദ്യം കാണുന്ന എമൗണ്ട് ആയിരിക്കും. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറായി വന്ന ആളാണെങ്കിൽ പ്രീവിയസ് എംപ്ലോയർ നൽകിയ സാലറി കൂടി ഉണ്ടാവും. അതിനാൽ പ്രീവിയസ് എംപ്ലോയർ നൽകിയ സാലറി ഒഴിവാക്കി കറന്റ് എംപ്ലോയർ നൽകിയ സാലറി മാത്രം നൽകുവാൻ ശ്രദ്ധിക്കുക. അടുത്ത കോളം പെർക്വിസിറ്റ്സ് ആണ്. എന്താണ് പെർക്വിസിറ്റ്സ്? ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 17(2) പ്രകാരം ശമ്പളത്തിന് പുറമെ കമ്പനി നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ് പെർക്വിസിറ്റുകൾ. ഉദാഹരണത്തിന് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, കമ്പനി കാർ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ലോ ഇൻട്രസ്റ്റ് ലോൺസ്, ഫ്രീ ഫുഡ്. ഇവയെല്ലാം മണി വാല്യൂ ആയി കൺവെർട്ട് ചെയ്ത് ടാക്സ് കണക്കാക്കും. ചുരുക്കത്തിൽ സാലറി മാത്രമല്ല, കമ്പനി നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ടാക്സബിൾ ആണ്. ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇല്ലാത്തതിനാൽ 0 നൽകുക. പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. ഇത് എന്നത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 17(3) പ്രകാരം സാലറിക്ക് പുറമേ ലഭിക്കുന്ന ചില പ്രത്യേക തുകകളുണ്ട്. ജോലി വിടുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ, റിട്ടയർമെന്റിന് ശേഷം ലഭിക്കുന്ന തുകകൾ, ഇവയാണ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ അതൊന്നും ഇല്ലാത്തതിനാൽ 0 നൽകുക. ഇനിയുള്ള 62 മുതൽ 65 വരെയുള്ള കോളങ്ങൾ അലവൻസുകളാണ്. ഇവ ടാക്സബിൾ അല്ല. ഇവ റിപ്പോർട്ടിംഗ് പർപ്പസിനായി മാത്രമാണ് നൽകുന്നത്. ഇതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ എമൗണ്ടുകൾ ഗ്രോസ് സാലറിയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഗ്രോസ് സാലറിയിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കോളം 62 ട്രാവൽ കൺസെഷൻ എന്നത് LTA പോലുള്ള ലീവ് ട്രാവൽ കൺസെഷൻ പോലുള്ള അലവൻസുകളാണ്. ഇത് ഓൾഡ് റെജിമിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കോളം 63 റിട്ടയർമെന്റ് സമയത്ത് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുകയാണ് നൽകേണ്ടത്. കോളം 64 കമ്മ്യൂട്ടഡ് പെൻഷൻ തുകയാണ്. അതായത് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് ലംസമായി വാങ്ങുന്ന തുകയാണ് നൽകേണ്ടത്. കോളം 65 ടെർമിനൽ ലീവ് സറണ്ടർ. ഇത് റിട്ടയർമെന്റ് സമയത്ത് ലഭിക്കുന്ന ടെർമിനൽ ലീവ് സറണ്ടർ ആണ്, അല്ലാതെ സാധാരണ ഏൺ ലീവ് സറണ്ടർ അല്ല. കോളം 66 HRA ക്ലെയിംഡ് എമൗണ്ട് ആണ് നൽകേണ്ടത്. സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ HRA അല്ല. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പ്രകാരം ക്ലെയിം ചെയ്ത തുകയായി കാണിച്ചിട്ടുള്ളത് 18,000 രൂപയാണ്. ഇത് ഇവിടെ നൽകുക. കോളം 67 എന്നത് അതർ അലവൻസ് ആണ്. അതർ അലവൻസ് എന്നത് ഹിൽ ഏരിയയിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഹിൽ ട്രാക്ട് അലവൻസ് പോലുള്ള അലവൻസുകളാണ്. ഈ എമൗണ്ട് ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ നൽകുക, അല്ലെങ്കിൽ 0 നൽകി മുന്നോട്ട് പോകാവുന്നതാണ്. കോളം 69 മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിച്ച ഇൻകമാണ് ഇവിടെ നൽകേണ്ടത്. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ആയി 4,000 രൂപയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ആയി 12,000 രൂപയും ലഭിച്ചിട്ടുണ്ട്. അതായത് മൊത്തം 16,000 രൂപയാണ് ഇവിടെ നൽകേണ്ടത്. ഇനിയുള്ള കോളങ്ങൾ ഈ 2 കോളങ്ങളുടെ ഗ്രൂപ്പാണ്. കോളം 70, 71 ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ഇവയിൽ 71 നൽകുന്നത് മാത്രമേ കാൽക്കുലേഷനായി എടുക്കുകയുള്ളൂ. കോളം 70 റിപ്പോർട്ടിംഗ് പർപ്പസിനായി മാത്രമുള്ളതാണ്. ഇത് സെക്ഷൻ 80(c)യിൽ നൽകിയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട്, മറ്റ് 80(c) ഐറ്റം ഉണ്ടെങ്കിൽ അവയാണ് ഇവിടെ നൽകേണ്ടത്. ഇദ്ദേഹത്തിന് 80CCCയും 80CCDയും എല്ലാം കൂടി കൂട്ടിയതാണ് 80CCE എന്ന് പറയുന്നത്. അത് ഇദ്ദേഹത്തിന് 80CCEയും
80cc/Dയും ഒന്നുമില്ല. ആയതിനാൽ ഈ കാണിച്ചിരിക്കുന്ന 1,53,200 ടോട്ടൽ ഡിഡക്ഷൻ. അതിൽ മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ എന്നത് 1,50,000 ആയതുകൊണ്ട് കോളം 70 ഗ്രോസ് എമൗണ്ടായി 1,53,200 എന്നും ഡിഡക്റ്റബിൾ എമൗണ്ടായി കോളം 71 1,50,000 നൽകാവുന്നതാണ്. അടുത്തതായി 72, 73 കോളങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 80cc/യിൽ ഉൾപ്പെട്ട ഇനങ്ങളാണ്. 80cc/c എന്നത് കോൺട്രിബ്യൂഷൻ ടു സർട്ടൈൻ പെൻഷൻ ഫണ്ടുകളാണ്. ഗ്രോസ് എമൗണ്ടും ഡിഡക്റ്റബിൾ എമൗണ്ടും എന്ന് 2 കോളങ്ങൾ ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടും 0 നൽകുന്നത്. അടുത്ത കോളങ്ങൾ 74, 75 കാണിക്കുന്നത് 80cc/D1 ആണ്. ഇതെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ടു NPS ഫണ്ടാണ്. ഈ വ്യക്തിക്ക് ഇതില്ലാത്തതിനാൽ 0 നൽകുന്നു. സെക്ഷൻ 80cc/D1B ആണ്. 80cc/D1B എന്നാൽ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു NPS. മാക്സിമം അഡീഷണൽ ഡിഡക്ഷൻ വരുന്നത് 50,000 ആണ്. ഈ വ്യക്തിക്ക് ഇതും ഇല്ലാത്തതിനാൽ 0 നൽകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്യണം, ബ്ലാങ്ക് ആയി വിടരുത്. ആപ്ലിക്കബിൾ അല്ലെങ്കിൽ 0 നിർബന്ധമായും നൽകണം. ഇനി കോളംസ് 78, 79 പറയുന്നത് സെക്ഷൻ 80cc/D2 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു NPS ആണ് നൽകേണ്ടത്. ജീവനക്കാരൻ NPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ എംപ്ലോയറും സാധാരണയായി 10% വീതം കോൺട്രിബ്യൂഷൻ നൽകും. ഈ തുക നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ കാണിച്ചാൽ മതി. അല്ലാത്തപക്ഷം 0 നൽകാവുന്നതാണ്. കോളം 80, 81 സെക്ഷൻ 80D ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമായിട്ടോ മെഡിക്ലെയിം ആയിട്ടോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൽ നൽകാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മെഡിക്ലെയിം പ്രീമിയമായിട്ട് 8,000 രൂപ അടച്ചിട്ടുണ്ട്. അത് 2 കോളങ്ങളിൽ നൽകുക. കോളം 82, 83 എന്നത് സെക്ഷൻ 80E പ്രകാരം എഡ്യൂക്കേഷണൽ ലോൺ ഇൻട്രസ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത ഇതിന് മാക്സിമം ലിമിറ്റ് ഇല്ല. ഇദ്ദേഹത്തിന് ഈ ഇനത്തിൽ ഇൻട്രസ്റ്റായി 3,000 രൂപ അടച്ചിട്ടുണ്ട്. അത് രണ്ടിടത്തും കാണിക്കുക. 84 മുതൽ 3 കോളങ്ങളുള്ള ഗ്രൂപ്പുകളാണ്. അതായത് ഒരു കോളം ഗ്രോസ് എമൗണ്ടും രണ്ടാമത്തെ കോളം ക്വാളിഫയിങ് എമൗണ്ടും മൂന്നാമത്തേത് ഡിഡക്റ്റബിൾ എമൗണ്ടുമാണ് കാണിക്കുന്നത്. 84 മുതൽ 86 വരെയുള്ള കോളങ്ങളിൽ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. 80G പ്രകാരമുള്ള ഡൊണേഷൻ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുക്കേണ്ടത്. ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ CMDRFലേക്കോ യത്തീംഖാനയ്ക്കോ മറ്റ് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ പോലുള്ളവയ്ക്ക് തുക നൽകിയിട്ടുണ്ടെങ്കിൽ അവ ഇവിടെ നൽകാവുന്നതാണ്. ഗ്രോസ് എമൗണ്ട്, ക്വാളിഫയിങ് എമൗണ്ട്, ഡിഡക്റ്റബിൾ എമൗണ്ട് എന്നിങ്ങനെ 3 തരത്തിൽ കാണിച്ചിരിക്കുന്നതിന് കാരണം ചില ഡൊണേഷനുകൾക്ക് 100% ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ചിലതിന് 50% മാത്രമേ ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ. അതിനാലാണ് ഈ ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ 80Gയിൽ 12,000 രൂപയുണ്ട്. ഈ 12,000 3 സ്ഥലത്തും നൽകാവുന്നതാണ്. കാരണം ഈ 12,000-ന് 100% ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. കോളം 87, 88, 89 സെക്ഷൻ 80 TTA ആണ് നൽകേണ്ടത്. 80 TTA എന്നത് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആണ്. 10,000 രൂപ വരെ മാക്സിമം ഡിഡക്ഷൻ കാണിക്കാം. ഇദ്ദേഹത്തിന് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ 12,000 രൂപയുണ്ട്. ഇത് താഴേക്ക് വരുമ്പോൾ 80 TTA ഇനത്തിൽ 10,000 രൂപ കാണിച്ചിട്ടുണ്ടാകാം. ഈ തുകയാണ് നൽകേണ്ടത്. അതായത് കോളം 87-ൽ 12,000 രൂപ നൽകാം.
കാരണം ഇത് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. 88-ൽ 10,000 രൂപയാണ് നൽകേണ്ടത്. ഇത് ക്വാളിഫയിങ് ആയിട്ടുള്ള എമൗണ്ടാണ്. അത്രയും എമൗണ്ട് തന്നെയായിരിക്കും ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് 10,000 രൂപ 89ാമത്തെ കോളത്തിലും നൽകാവുന്നതാണ്. അടുത്തത് കോളം 90 സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് എമൗണ്ട് ആണ് നൽകേണ്ടത്. ഓൾഡ് റെജീമിൽ 50 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 12,500 രൂപ റിബേറ്റ് ലഭിക്കുന്നതാണ്. ന്യൂ റെജീമിൽ ഇൻകം 12 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് റിബേറ്റ് അപ് ടു 60,000 വരെ ലഭിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളതിനാൽ റിബേറ്റിന് അർഹതയില്ലാത്തതാണ്. ആയതിനാൽ 0 നൽകുന്നു. കോളം 91, 92 ഇവയിൽ നൽകേണ്ടത് ഡിഡക്ഷൻ ഡീറ്റെയിൽസ്. ഇത് ഓൾറെഡി കോളം 20ൽ നൽകിയിട്ടുള്ളതാണ്. ഈ കോളങ്ങൾ 20ൽ കാണിച്ചിരിക്കുന്ന തുക തന്നെയാണ് നൽകേണ്ടത്. ഗ്രോസ് എമൗണ്ടും ക്വാളിഫയിങ് എമൗണ്ടുമാണിത്. ആയതിനാൽ അതേ എമൗണ്ട് തന്നെ, കോളം 20ലെ അതേ എമൗണ്ട് തന്നെ കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി കോളം 93 ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കോളമാണ്. ഇതിനകം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ അടുത്ത കോളത്തിലേക്ക് പ്രവേശിക്കാം. കോളം 94 എന്നത് സെക്ഷൻ 10(14) ടാക്സ് എക്സംപ്റ്റിന് അർഹതയുള്ള അലവൻസുകളാണ്. എന്ന് വെച്ചാൽ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസസ്, ഹെൽപ്പർ അലവൻസസ്, യൂണിഫോം അലവൻസസ്, റിസർച്ച് അലവൻസസ്, കൺവേയൻസ് അലവൻസസ് ഇവയെല്ലാം എലിജിബിൾ ആണെങ്കിൽ മാത്രം നൽകുക. അടുത്തത് കോളം 95, 96 ഇവയിൽ കാണിക്കേണ്ടത് സെക്ഷൻ 80 CCH പ്രകാരം അഗ്നിപഥ് സ്കീമിലേക്ക് എന്തെങ്കിലും തുക എംപ്ലോയി നൽകിയിട്ടുണ്ടെങ്കിൽ അവ കാണിക്കാനുള്ളതാണ്. ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം എമൗണ്ട് നൽകുക, അല്ലെങ്കിൽ 0 നൽകുക. 97, 98 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു അഗ്നിപഥ് ആണ്. NPS പോലെ തന്നെ അഗ്നിപഥിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാകാം. ഈ തുകയാണ് ഇവിടെ നൽകേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് 0 നൽകുന്നത്. അവസാനത്തെ കോളമായ 99ാമത്തെ കോളം സെക്ഷൻ 192(2)B എന്നത് സാലറിക്ക് പുറമേയുള്ള അതർ ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഉദാഹരണത്തിനായി ബാങ്ക് ഇൻട്രസ്റ്റ്, ഹൗസ് റെൻറ്റ് ഇൻകം ഇവ ഉണ്ടെങ്കിൽ ഇവിടെ നൽകാവുന്നതാണ്. ഇത്രയും വിവരങ്ങൾ നൽകിയ ശേഷം 31ാമത്തെ കോളത്തിൽ ശ്രദ്ധിക്കുക. ഈ കോളത്തിൽ ഒരിക്കലും പോസിറ്റീവ് ഫിഗർ വരരുത്. അത് ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് ഫിഗറോ 0 ആണ് വരേണ്ടത്. കാരണം ഈ കോളം എന്നത് നെറ്റ് ടാക്സിൽ നിന്ന് ടോട്ടൽ ടാക്സ് കുറച്ച് കിട്ടുന്ന തുകയാണ്. ഇത് പോസിറ്റീവ് ആയാൽ പെനാൽറ്റി വരും. കാരണം നമ്മൾ മൊത്തം ടാക്സ് തുക അടച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. കൃത്യമായി ടാക്സ് അടച്ചു വരുന്ന ആൾക്ക് 31ാമത്തെ കോളം 0 ആയിരിക്കും. ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 24Qൻ്റെ Q4 അപ്ഡേഷൻ പൂർത്തിയാവുന്നതാണ്. ഇതിനുശേഷം FVU ഫയൽ സേവ് ചെയ്യേണ്ടതാണ്. ഇതിനായി താഴെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്തതിന് ശേഷം താഴെയുള്ള ക്രിയേറ്റ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ 3 ഫീൽഡുകൾ കാണാം. ഫീൽഡ് 1 ചെലാൻ ഇൻപുട്ട് ഫയൽ. ഇത് ഒരു പഴയ സിസ്റ്റമാണ്. മുൻകാലങ്ങളിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്ന് ചെലാൻ സ്റ്റാറ്റസ് എൻക്വയറി ഫയൽ ഡൗൺലോഡ് ചെയ്താണ് ടാക്സ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ബിൻ വ്യൂ സിസ്റ്റം വന്നതിനാൽ ഇത് തൽക്കാലം യൂസ് ചെയ്യുന്നതില്ല. ഫീൽഡ് 2
മെയിൻ ഫയൽ സെക്ഷൻ. ഈ ഫീൽഡ് ഇപ്പോൾ നമ്മൾ ഫയൽ അപ്ലോഡിങ്ങിനായി ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ബ്രൗസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്ത FVU ഫയൽ സെലക്ട് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം താഴെയുള്ള വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ വാലിഡേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ വാലിഡേറ്റ് ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ആവുന്നതായിരിക്കും. ജനറേറ്റ് ആയ FVU ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് സിപ്പ് ഫോർമാറ്റ് ആക്കേണ്ടതുണ്ട്. അതിനായി FVU ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കംപ്രസ്ഡ് ടു സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. ഇങ്ങനെ FVU ഫയൽ സിപ്പ് ഫയലാക്കി മാറ്റാവുന്നതാണ്. സ്റ്റെപ്പ് 6. FVU ഫയൽ ഇൻകം ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന വിധം. ഇതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ incometax.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം ഈ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ക്രെഡൻഷ്യൽ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇനി മുകളിൽ കാണുന്ന മെനുവിൽ ഈ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഇൻകം ടാക്സ് ഫോംസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ ഇൻകം ടാക്സ് ഫോംസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ നൗ സെലക്ട് ചെയ്യുക. തുടർന്ന് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഇൻ്റർഫേസിൽ ഫസ്റ്റ് ഫീൽഡിൽ 24Q സാലറി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തതിന് ശേഷം ക്വാർട്ടർ സെലക്ട് ചെയ്യുക. അപ്ലോഡ് ടൈപ്പ് റെഗുലർ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് TDS ഫയൽ സെക്ഷനിൽ അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. തുടർന്ന് പ്രൊസീഡ് ടു വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ വെരിഫൈ യൂസിങ് OTP സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫയൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണുവാൻ സാധിക്കും. സ്റ്റെപ്പ് 7. റെസിപ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഡാഷ്ബോർഡിൽ റീസെൻ്റ് ഫോംസ് ഫയൽഡ് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതോടെ നിങ്ങളുടെ ക്വാർട്ടർ 4ലെ TDS റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സ് പൂർത്തിയാവുന്നതായിരിക്കും. താങ്ക് യു.